ഹലോ വാട്സപ്പ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെ ഒരു ഡ്യുവൽ ഡിസ്ക് സെറ്റ് ചെയ്യാം, അതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളാണ്. പിന്നെ USB 4K എങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് പിസ്റ്റൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവനെ വിട്ട് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ചോദിച്ചറിയാം. കമോൺ ബൈ. എടുക്കല്ലേ, എന്താ പറയണ്ടേ? അടിപൊളി. അങ്ങനെ ഇരിക്കുന്നു. ആദ്യം ഇതിൻ്റെ ഫോർക്ക് സെറ്റിങ്ങിനെ പറ്റി തന്നെ തുടങ്ങാം. പറയടാ, എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ? ഫോർക്ക് സെറ്റിംഗ് എന്ന് പറയുന്നത് നമുക്കിതിപ്പോൾ എല്ലാം ഡയറക്റ്റ് ഫിറ്റാണ്. ഇപ്പോൾ KTMൻ്റെ ആയാലും NSൻ്റെ ആയാലും PISTON എല്ലാം ഡയറക്റ്റ് ഫിറ്റാണ്. അതപ്പാടെ നമുക്ക് ഇവിടെ ഒരു ഹൈറ്റ് വ്യത്യാസമായിട്ട് വരുള്ളൂ. അതിപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്പേസർ കട്ട് ചെയ്തിടുക, അല്ലെങ്കിൽ ഈ PISTON നേരെ ഒന്ന് ത്രെഡ് താഴത്തേക്ക് ഇട്ടിട്ട് പൊക്കത്തൊരു സ്പേസർ ഇട്ട് കൊടുത്ത് അപ്പർ പ്ലേറ്റ് വെച്ചാൽ മതി. ഇപ്പോൾ അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ബെയറിംഗ് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ബെയറിംഗ് ഒന്നും വ്യത്യാസമില്ല, അതെല്ലാം മാച്ചാണ്. NSൻ്റെ ഡൂക്കിൻ്റെ എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്ക് ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, തുടങ്ങി. ഫസ്റ്റ് തന്നെ നമുക്ക് USB 4K എങ്ങനെ കയറ്റാം അതെടുക്കണ്ടല്ല. USB 4K കയറ്റാ പോലെ. എൻ്റെ പൊന്ന്, ഇതൊക്കെ അല്ല അടിച്ചു വിട്ടാൽ സാധനം കയറാൻ നല്ല പണിയാണ്. എൻ്റെ അമ്മേ, ഓക്കെ. ഇതിപ്പോൾ നമ്മ LH 2 ഇപ്പുറത്തോട്ട് എടുത്തേക്കുന്നത് കയറ്റാൻ വേണ്ടി. LH 2 ഇപ്പോൾ ഇവിടെ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വേണം. ഈ ഡിസ്ക് ഒരയും, അതിനുവേണ്ടി നമ്മൾ ഇവിടെ ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്ത് കളഞ്ഞേക്കുന്നത് സൈഡ്. അപ്പർ പ്ലേറ്റ് എന്തോ ഇതൊന്നും എടുത്തില്ലട്ടോ ഇതിനകത്തേക്ക്. ഇതേടുള്ളൂ അപമാനം. ഇതുപോലെ ഓക്കെ ഓക്കെ, സെയിം ആയല്ല. അയ്യോ, ഇതിപ്പോ ഡോമിനാറിന്റെ ആണ് PISTON പ്ലേറ്റ്? ഇല്ല, PISTON ഡൂക്കിന്റെ. ഡോമിനാറിന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുൾ ഒടിവ് കിട്ടത്തില്ല. ഡോമിനാറിന്റെ ഇത്ര ഒടിവ് കിട്ടത്തുള്ളൂ. ഡൂക്കിന് ആകുമ്പോൾ ഈ സൈഡ് കുറച്ചുകൂടി ഫ്ലാറ്റ് ആയതുകൊണ്ട് ഒടിവ് നല്ലപോലെ കിട്ടും കുറച്ചുകൂടെ. ഇടയ്ക്കൊരു മ്യൂസിക്കൊക്കെ കയറ്റി. മ്യൂസിക്കോ? അതെല്ലാം ആഡ് ചെയ്യാം, നിന്റെ മ്യൂസിക് ഉൾപ്പെടെ. അടുത്തത് നമുക്ക് വെക്കാനുള്ള മേച്ചാണ് നല്ലത്. ലൂവിൽ നമ്മൾ ചെയ്തേക്കുന്നത് വെച്ചാൽ ഈ സൈഡിന് സെയിം ഒരു വീല് കട്ട് ചെയ്തിട്ട് ഇപ്പുറത്ത് നമ്മൾ അലൂമിനിയം വെൽഡ് ചെയ്ത് വെച്ചേക്കണം. ഇതിപ്പോൾ നമുക്ക് രണ്ട് രീതി ചെയ്യാം. നേരെ നമ്മുടെ ഈ സൈഡിൽ തന്നെ പ്ലേറ്റ് അടിച്ച് ചെയ്യാൻ പറ്റി, ഹബ്ബ് കട്ട് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ വെച്ചാൽ ഡിസ്ക് എന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിൽ വേണ്ട ഡിസ്ക് നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ആണൊന്നും ചെയ്യണ്ട, ഡയറക്റ്റ് ഇരുന്നേക്കും. ഈ റൈറ്റ് സൈഡിലൊക്കെ വരാൻ നേരത്ത് ഇവിടെ ഇതുപോലെ കുറച്ച് വാഷർ അല്ലെങ്കിൽ സ്പേസർ എന്തെങ്കിലും ഇട്ട് കാലിപ്പറിൻ്റെ സെൻറ്റർ ചെയ്താൽ ഡിസ്ക് ഇരിക്കത്തുള്ള മര്യാദക്ക്. പോലെ ഇതിപ്പോൾ KTMൻ്റെ അല്ലേ ഡിസ്ക് യൂസ് ചെയ്യുന്നത്? ഇല്ല, ഇതിപ്പോൾ ഡോമിനാറിൻ്റെ ഡിസ്ക് ഏകദേശം സെയിം പാറ്റേൺ, എല്ലാം സെയിം തന്നെയാണ്. അപ്പോൾ ഇതിൽ ABS വർക്ക് ആവും? ABS വർക്കിംഗ് ആവും. അപ്പോൾ ചിലർക്കുള്ള ഡൗട്ടാണ് ABS വർക്ക് ആവില്ല, ചിലർക്ക് ഡൗട്ട്. ABS വർക്ക് ആവും. ABS എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഡയറക്റ്റ് ഫിറ്റ് ആണ്, ഇവിടെ ഒന്നും ചെയ്യല്ല. അത് ലെഫ്റ്റ് സൈഡിൽ ഡയറക്റ്റ് ഫിറ്റ് ആയതുകൊണ്ട് ABS വർക്ക് ചെയ്യും. നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിലേക്ക് വരാൻ നേരത്ത് മാത്രം ഒന്നെങ്കിൽ ഇപ്പോൾ അപ്പത്തെ കാലിപ്പറിൽ നിന്ന് നേരെ ലൈൻ എടുത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മാസ്റ്റർ സിലിണ്ടറിന് നേരെ ലൈൻ എടുത്ത് കൊടുക്കണമെങ്കിൽ കുഴപ്പമില്ല. കുറേ ഇടത്ത് ഡൗട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മീറ്റർ വർക്ക് ആവുമെന്ന് ഡൗട്ടുണ്ട്. അപ്പോൾ മീറ്റർ വർക്ക് ആവും? മീറ്റർ വർക്ക് ആവും, കുഴപ്പമില്ല. കാരണം ഇതിപ്പോൾ ഡയറക്റ്റ് വന്നേക്കണം. നമ്മളിപ്പോൾ ഇത് കണ്ട, ഇത് നമ്മുടെ ഡൂക്ക് നോൺ ABSൻ്റെ സ്പീഡോമീറ്റർ സെൻസറാണ്. ഈ സാധനം നേരെ ഈ അലോയ് സെറ്റ് ചെയ്യണമെങ്കിൽ USB സെറ്റ് ചെയ്യണമെങ്കിൽ സ്പീഡിങ് കാണിക്കും, മീറ്ററും വർക്ക് ചെയ്യും പ്രോപ്പറായിട്ട്. ഓക്കെ.
ഇനി എന്തെങ്കിലും ക്ലാരിഫൈ ആണ് അതിനകത്ത്. ഓക്കെ, തന്നെ സെറ്റ് ചെയ്തു. ആക്സിൽ ഇപ്പോൾ നമ്മൾ എടുത്തേക്കണ NS-ൻ്റെ ഫ്രണ്ട് ആക്സിൽ തന്നെയാണ്. അതിപ്പോൾ ലൈത്തേക്ക് കൊണ്ടുപോയിട്ട് ഇവിടെ ഹോൾ അടിച്ച് ത്രെഡ് ചെയ്തേക്കാണ്. അതാണ് നേരത്ത് അധികം മെനകേടുണ്ടാവില്ല. ഇങ്ങനെയാണ് ആക്സിലിൻ്റെ സെറ്റപ്പ് വന്നത്. ഇപ്പുറത്തെ സൈഡ് നമ്മൾ ഇങ്ങനെ ടൈറ്റ് ചെയ്യണം. ഇപ്പുറത്തെ സൈഡ് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ ഡയറക്റ്റ് കയറ്റി ടൈറ്റ് ചെയ്താൽ മതി. രണ്ടും കൂടി ഇൻസ്റ്റാൾ തന്നെ കാണിച്ചു തരാം. ഇതൊന്ന് പിടിക്കും, വെയിറ്റ് ഉണ്ടേ. അതിൻ്റെ നമുക്ക് ABS-ൻ്റെ പറഞ്ഞു. നമ്മുടെ ഈ സ്പീഡ് മീറ്ററിൻ്റെ കാണിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ് ഇത്. ഇപ്പോൾ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ വെക്കുക. ഈ സാധനം കയറ്റാൻ നേരത്ത് നമുക്കിപ്പോൾ മീറ്ററിൽ സ്പീഡ് കാണിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ കപ്ലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഡയറക്റ്റ് NS-ന് മാച്ചാണ് ഈ സാധനം. ഡയറക്റ്റ് ക്ലിപ്പ് ഓണാണ് ഈ സാധനം വരുന്നത്. അത് നേരെ കുത്തിയാൽ മതി അതിനകത്തേക്ക്. ഓക്കെ, ഡിസ്ക് വെക്കാൻ കാണിച്ചു തരാം. ഇത് എത്ര ബഡ്ജറ്റ് വരും ഇപ്പോൾ ഡ്യുവൽ ഡിസ്ക് സെറ്റ് ചെയ്യണമെങ്കിൽ? ബഡ്ജറ്റ് ഇപ്പോൾ നമുക്ക് എല്ലാം കൂടി ഒരു 10-12 രൂപ എന്ന് വെച്ചാൽ ഫോർക്ക് സെറ്റ് പറഞ്ഞാൽ ഫുൾ എടുക്കും. പിന്നെ ലൈറ്റ് വർക്ക് അല്ല, ഇപ്പം നോർമലി NS യൂസ് വരത്തില്ലല്ലോ. നോർമലി ഇപ്പം NS യൂസ് ചെയ്യില്ലെങ്കിൽ ഇപ്പം നമുക്കൊരു 20-27 എടുത്താൽ മൊത്തം എല്ലാം കൂടി ചെയ്ത് തരാൻ നേരത്ത് ഫുള്ള് USD കാര്യങ്ങൾ സെക്കൻഡ്സ് എടുക്കണം. സെക്കൻഡ്സ് എന്ന് വെച്ചാൽ ഡാമേജ് ഉണ്ടാവില്ല, നല്ലത് എടുക്കണം. പിന്നെ ഇതിൻ്റെ സ്പേസേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ KTM-ൻ്റെ ഡയറക്റ്റ് ഫിറ്റാണ് ഈ സ്പേസർ. ഇത് പറഞ്ഞാൽ ഈ സൈഡ് നേരെ കയറ്റിയിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്ത് ഇത് പറഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ വന്നത് ഇത് ഈ ഒരു സ്പേസർ നമ്മൾ ഇത് ഉണ്ടാക്കിയെടുത്തേണ്ടത്. ഈ ഡിസ്ക് കറക്റ്റ് സെൻറ്റർ ചെയ്യാൻ വേണ്ടി ഇത് ഉണ്ടാക്കിയെടുത്ത സ്പേസറാണിത്. ഇവിടെ സംഭവം ഇതെന്താണ്? ABS-ൻ്റെ? അത് ABS-ൻ്റെ ആണ്. തിരിച്ചു വരുന്ന ഇഷ്യൂസ് ഒന്നുമില്ല? ഇല്ല, കറങ്ങാണ്ട ഫ്രീ ആയിട്ട് കുഴപ്പമില്ല. നമുക്ക് കേലിപ്പർ സെറ്റ് ചെയ്യാം. അല്ലെങ്കിയാണോ? ഇതിപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ വരും ബാക്കി കാര്യങ്ങൾ. ഇവിടെ കാലിപ്പർ വെക്കാൻ എപ്പോഴും ഡിസ്കിൻ്റെ സെൻറ്ററിങ് നോക്കണം. അതെടുക്കണ്ട കറങ്ങനെടുക്കണം ഒഴിച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഡിസ്കുകൾ. കുഴപ്പമില്ല, അത് പാഡിന് ഇതുകൊണ്ട് സൗണ്ട് ഒക്കെ ശരി പറഞ്ഞു. കാലിപ്പർ ഇപ്പം നമുക്ക് 2 സൈഡ് ഇപ്പോൾ സെറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിൽ ലൈൻ കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ലൈൻ എടുക്കാം, അപ്പുറത്തു നിന്നൊരു ലൈൻ എടുക്കാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് നമ്മുടെ MC കിറ്റ് ഒന്നെങ്കിൽ ഇതുപോലെ നമുക്ക് ഡയറക്റ്റ് MC കിറ്റിൽ നിന്ന് ഒരു ബാൻജോ ബോൾട്ടും കൂടി ലെങ്ത് കൂടി എടുത്തിട്ട് 2 ലൈൻ കൊടുത്ത് ഡയറക്റ്റ് കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ മറ്റേ സ്പ്ലിറ്റർ കിട്ടും. സ്പ്ലിറ്റർ വെച്ചിട്ട് 2ലേക്ക് ലൈൻ കൊടുത്തിട്ട് നമുക്കിപ്പോൾ അത് ബ്രേക്ക് ലൈൻ കൊടുക്കാൻ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് 2 കാലിപ്പറിൽ നിന്നും ഡയറക്റ്റ് ലൈൻ കൊടുക്കാം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് സ്പ്ലിറ്റർ വെച്ചിട്ട് ലൈൻ കൊടുക്കാൻ പറ്റും. ഇപ്പോൾ ഡയറക്റ്റ് കാലിപ്പർ 2 ദിവസം എടുക്കാൻ നേരത്ത് നമ്മൾ ഈ ബാൻജോ ബോൾട്ട് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം. ഇവിടെ ഒരു ഹോളും ഇവിടെ ഒരു ഹോൾ വരും. ഇപ്പോൾ ഈ ഓസ് രണ്ടും കൂടി ഇങ്ങനെ വരാൻ നേരത്ത് ഇവിടെ ഒരു ഹോൾ വരും. പിന്നെ അടുത്ത ഹോൾ തന്നെ ഇവിടേക്ക് അതാ നേരത്ത് ഇങ്ങനെയും വരും. അപ്പോൾ 2 ഇതാ. പിന്നെ ഇത് നേരെ ബാൻജോയിലേക്ക് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ
NS ഡൂക്ക് അതിൻ്റെയൊക്കെ സ്റ്റോക്ക് മാസ്റ്റർ സിലിണ്ടറി ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് കിട്ടാൻ നല്ല ബുദ്ധിമുട്ടുണ്ടാവും. ഇതിപ്പോൾ 390 ആണ്. ഞാൻ ഈ സാധനം ഇപ്പോൾ വണ്ടി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ RCB യൂസ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഫീഡ്ബാക്ക് കിട്ടിയായിരുന്നു ബ്രേക്കിങ്ങിന്. ഓക്കെ ഓരോ അപ്പോഴേ നീ മുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, മുമ്പ് ഈ ഡ്യുവൽ ഡിസ്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടി മറ്റേ JCB എന്തോ ഓയിൽ പമ്പ് പോലത്തെ ചെറിയ സാധനം എന്തോ യൂസ് ചെയ്തിട്ടുണ്ടെന്ന്. ഇല്ല, അത് നമുക്ക് നടപടിയാവൂല. കറക്റ്റ് ആകത്തില്ലേ? അത് കുറച്ച് ചടങ്ങായി കിട്ടാൻ വേണ്ടി. അതിനേക്കാളും ബെറ്റർ ഓപ്ഷനാണ് ലൈറ്റിൽ കൊണ്ടുപോയിട്ട് ഇതുപോലൊരു ബാൻജോ ബോൾട്ട് ഉണ്ടാക്കി എടുക്കണം. ഇപ്പോൾ 2 ഹോൾട്ട് എടുത്തേക്കണം. അതായത് സെൻട്രലിൽ ഇതുവരെ ഹോളും കാണും, അതേസമയം 2 സൈഡിലും പമ്പിങ് ആവും. 2 സൈഡിലും പമ്പിങ് ആവും. അതായത് ഇവിടെ കൂടി ഫ്ലൂയിഡ് കയറിയിട്ട് ഈ 2 സൈഡിലും കൂടി ബ്രേക്ക് ഒരേ ടൈമിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാവും. രണ്ടും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇത് വണ്ടി ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നതല്ലേ ഉള്ളൂ, അപ്പോൾ നമുക്ക് വർക്കിംഗ് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റത്തില്ലല്ലോ. മറ്റേ വീഡിയോ ഇതിൻ്റെ ബാക്കിൽ ആഡ് ചെയ്യാം. ഇൻസ്റ്റയിൽ വീഡിയോ ഉണ്ടാകുന്ന ആ വീഡിയോ ഇതിലൂടെ ആഡ് ചെയ്യാം. ഗൈസ്, അവ ഇപ്പോൾ വണ്ടി പണിതുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അടുത്ത് V4 എഡിഷനാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഫുള്ള് ഇളക്കിയൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പം എന്തൊക്കെ അപ്ഡേഷൻ വരുന്നുണ്ട്. സംഭവം ഇപ്പോൾ നീ പെയിൻറ്റിന് കൊടുത്തിരിക്കുകയാണോ? അടുത്ത് വരുന്നതിൽ എങ്ങനെയാണ്? ഫെയറിങ് വരുന്ന ടൈപ്പാണോ അതോ നോർമലി സാധാ ആയിരിക്കും? സസ്പെൻസോ? അത് ശരി. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഡ്യുവൽ ഡിസ്കിൻ്റെ വർക്കിംഗ്, പിന്നെ എങ്ങനെ ഒരു USD ഫോർക്ക് ഒരു NSൽ കയറ്റാം എന്നതും കൂടെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ടത്. ഓക്കെ, അപ്പോൾ പറയാൻ വിട്ടൊരു കാര്യം, പിസ്റ്റൺ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അയ്യോ അവൻ്റെ അമ്മ വിളിക്കുന്ന അയ്യോ. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതിൽ ഫസ്റ്റ് NS 200 ഡ്യുവൽ ഡിസ്ക് കയറ്റുന്ന ആദ്യത്തെ മനുഷ്യൻ ഇവനാണ്. ഇന്ത പയ്യനാണ്, എന്താ പയ്യൻ. ഓക്കെ, അവനാണ് ഫസ്റ്റ് ടൈം കയറ്റുന്നത്. നമ്മൾ ഡ്യൂക്ക് 250 ഡീപ്പ് ആയിട്ടാണ് അത് ഇവൻ തന്നെയാണ് കയറി കൊടുത്തത്. പിന്നെ ഒരു V3ക്ക് USD ഫോർക്ക്, അങ്ങനെ USD ഫോർക്സിൻ്റെ വർക്കുകൾ കുറേ ഇവൻ ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് USD കയറ്റണമെങ്കിൽ ഇവനെ കോൺടാക്ട് ചെയ്യാവുന്നേ ഉള്ളൂ, ഇവൻ തന്നെ ഇത് സെറ്റ് ചെയ്ത് തരും. അപ്പം അടുത്തൊരു വീഡിയോ നമുക്ക് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ഓക്കെ, ബൈ.